നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എവിടെ പെട്രോൾ പമ്പ് ദിവ്യ? എന്തിനും ഏതിനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആട്ടവും പാട്ടുമായി നടന്ന പി ദിവ്യയെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. പിണറായി ഭരണകാലത്ത് നവീൻ ബാബു കേസിൽ ചില വാർത്തകൾ വരുമ്പോൾ, അതും ദിവ്യയ്ക്ക് അനുകൂലമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചിരിക്കുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഭയമല്ല, നമ്മെ നയിക്കേണ്ടത് ലക്ഷ്യമാണ്, സത്യമേവ ജയതേ, ഇന്നത്തെ സന്തോഷം എന്നൊക്കെ കുറിപ്പിട്ട് തകർക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ കമ്പനിയുടെ ഫേസ്ബുക്ക് നിശ്ചലമാണ്. അവിടെ വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. നവീൻ ബാബു മരണപ്പെട്ടിട്ടും ആ കുടുംബത്തെ വേട്ടയാടി പലതവണ ഫേസ്ബുക്കിൽ പല കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ദിവ്യ. അമ്മയെയും ആ 2 പെൺകുട്ടികളെയും പലതവണ കീറി മുറിച്ചിട്ടുണ്ട് കണ്ണൂരിലെ ദിവ്യയുടെ ശിങ്കിടികൾ. നവീൻ കൈക്കൂലിക്കാരനെന്ന് പല ആവർത്തി ഇവരുടെ നെറികെട്ട നാവുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് തിരിച്ചടി കിട്ടിയപ്പോൾ ഒരു കൊലച്ചിരിയുമായി നിൽക്കുന്ന ദിവ്യയെ കേരളം വീണ്ടും കണ്ടു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. എന്നും പിണറായി ഭരണമായിരിക്കും എന്നും CBI അന്വേഷണം വരില്ല എന്നും സഖാത്തി കരുതി കാണും. ഇന്നത്തെ സന്തോഷമെന്ന് ഒരു കുറിപ്പിട്ട് എന്തേ സഖാത്തി ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്നില്ല എന്നുള്ള വലിയ ട്രോളാണ് ഉയരുന്നത്. ഒരു പാർട്ടി കുടുംബത്തോട് നെറികേട് കാണിച്ച പ്രസ്ഥാനമാണ് CPM. സർക്കാർ ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നായിരുന്നു നവീന്റെ കേസിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് CBI വ്യക്തമാക്കിയത്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് പിണറായി സർക്കാർ ദിവ്യയെ രക്ഷിക്കാൻ കളിച്ചു. ഇന്ന് ഭരണം മാറി. പാർട്ടി കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ UDF സർക്കാർ രംഗത്ത്. വെറും രാഷ്ട്രീയ നാടകം കളിയല്ല, സത്യസന്ധമായിട്ടാണ് UDF സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നതെങ്കിൽ ദിവ്യ ഉൾപ്പെടെ ചിലർ അഴിക്കുള്ളിൽ കിടക്കും, ഒരു സംശയവും വേണ്ട. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ പാതി വഴിയിൽ എത്തിയ ആ ഒരു സന്ദർഭം, അങ്ങനെ പാതി വഴിക്കെത്തിയ നവീൻ ബാബു എങ്ങനെ സ്വന്തം ക്വാർട്ടേഴ്സിൽ തന്നെ ഒരു മുഴം കയറിൽ തൂങ്ങിയാടി? ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. തൂങ്ങിയതാണോ അതോ ആരെങ്കിലും തൂക്കിയതാണോ അതും അറിയണം. കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസാണിത്. കാരണം കേരള സമൂഹത്തിന്റെ പിന്തുണ, മനസാക്ഷി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. ആ 2 പെൺകുട്ടികൾക്കും അമ്മയ്ക്കുമൊപ്പമാണ്. നീതിക്ക് വേണ്ടി ഒരു സമൂഹം മുഴുവനാണ് ഇപ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. കുറെ മതിച്ചു പുളച്ചതല്ലേ ദിവ്യയും കൂട്ടരുമൊക്കെ. വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു കേസിൽ നിന്ന് ഊരിപ്പോരുമെന്നൊക്കെ. ഭരണം മാറുമെന്നിവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുതൽ ദിവ്യയും ഒരു കൂട്ടം സഖാത്തികളും മാളത്തിൽ കയറിയതാണ്. കാരണം പാർട്ടിയുടെ തോൽവിക്ക് കാരണം ഈ സഖാത്തികളുടെ നാവാട്ടമാണെന്ന് പാർട്ടി യോഗങ്ങളിൽ വിമർശനം പച്ചയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ഒരു പൊടിക്ക് അടങ്ങെന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ തന്നെ ഈ സഖാത്തികളെ AKG സെന്ററിൽ പൂട്ടിയിട്ടതാണ്. ദിവ്യ, ആര്യ തുടങ്ങിയ ഒരു കൂട്ടത്തിന് മത്സരിക്കാൻ സീറ്റ് പോലും കൊടുത്തില്ല. എന്തിനേറെ ഇവരെ ആരെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പുറത്തേക്ക് അധികം ഇറക്കിയില്ല. ഇവർക്കെതിരെ വിവാദങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് കൊടുത്തേനെ. കയ്യിലിരിപ്പ് കൊണ്ട് അതെല്ലാം സേച്ചിമാർ തന്നെ കൊണ്ട് തൊലച്ചതാണ്. ദിവ്യയ്ക്ക് കണ്ണൂരിലെ മുതിർന്ന സഖാക്കളുമായിട്ടെല്ലാം വലിയ ബന്ധമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയുടെ ഉറ്റ ചങ്ങാതിയാണ് ദിവ്യ. കൂടാതെ PK ശ്രീമതിയുടെ വലങ്കൈയാണ്. നവീൻ ബാബു കേസിൽ കേരളം കണ്ടതാണല്ലോ ദിവ്യ എത്ര വലിയ ആളാണ് എന്നും അത്ര ചെറിയ മീനല്ല എന്നും. കാരണം പോലീസ് PP ദിവ്യയെ കയ്യാമം വെക്കാൻ പോലും ഒന്ന് വിറച്ചു. കൺമുന്നിലൂടെ ദിവ്യ തേരാപ്പാര നടക്കുമ്പോഴും പോലീസ് കോടതിയിൽ പോയി പറഞ്ഞത് ഒളിവിലാണ് എന്നായിരുന്നു. ഇതേ ദിവ്യ BP കൂടി വീണപ്പോൾ പോലീസ് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് കാവൽക്കാരായി പോലീസ് നിൽക്കുന്ന കാഴ്ച. ഒടുക്കം കോടതിയിൽ നിന്ന് നിരന്തരം വിമർശനം കേട്ടപ്പോൾ പോലീസിന് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ പോയി കരയുകയായിരുന്നു, ദിവ്യയെ ഒന്ന് അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഒടുക്കം ദിവ്യ കീഴടങ്ങുന്നതല്ല, പോലീസ് ദിവ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അങ്ങനെ എന്തോ വലിയ മികച്ച പ്രവൃത്തി ചെയ്തതുപോലെ ദിവ്യ മുന്നേ നടക്കുന്നു, പോലീസുകാർ ഓച്ചാനിച്ച് പിന്നാലെ നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന്റെ ഒരു ഭരണകാലത്ത് ഒരു ക്രിമിനലിന് കിട്ടിയ പ്രിവിലേജ് ആണ്, ഒന്ന് ഓർത്തു നോക്കണം. മറ്റൊന്ന്, പോലീസ് ദിവ്യയെ പിടിച്ചുകൊണ്ടുപോയി പിന്നീട് ജയിലിലേക്ക്, കോടതി പറഞ്ഞു റിമാൻഡ് ചെയ്യാൻ പറഞ്ഞു, ജയിലിലേക്ക് ദിവ്യ സഖാത്തി പോകുന്നു.
അന്ന് കണ്ണൂരിലെ നേതാക്കളെല്ലാം ഇരച്ചിറങ്ങി ജയിലിന് മുന്നിൽ പോയി കാവൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ദിവ്യ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ PK ശ്രീമതിയുടെയൊക്കെ ഒരു കരച്ചിലെന്ന് കാണണമായിരുന്നു. മികച്ച ഒരു പ്രവർത്തകയാണ്, നേതാവാണ് അവൾ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ല, വല്ലാത്ത വിഷമമാണ് എന്ന്. തൊട്ടിപ്പുറത്ത് ഇതേ ശ്രീമതിയും മറ്റ് CPM-ന്റെ നേതാക്കളും ഓർത്തോ, ഒരു നാഥനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം കരഞ്ഞ് തളർന്നിരിക്കുന്നത്. പാർട്ടി കുടുംബമായിരുന്നു. അവരുടെ കണ്ണീരൊപ്പാനും അവരെ ചേർത്ത് പിടിക്കാനും ഈ CPM-കാർ ആരും പോയില്ല. MV ഗോവിന്ദൻ ആ കുടുംബത്തിന് ആ വീട്ടിൽ പോയി ചെന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, പാർട്ടി ഒപ്പമുണ്ടെന്ന്. ആർക്കൊപ്പമായിരുന്നു പാർട്ടി എന്ന് പിന്നീട് കേരളം കണ്ടു. PP ദിവ്യ എന്ന ക്രിമിനലിനൊപ്പം. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന PP ദിവ്യയെ ആനയിക്കാൻ വേണ്ടി PK ശ്യാമളയും ഗോവിന്ദനും ഒക്കെ എഴുന്നള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടതായിരുന്നു. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ കേസിന്റെ എല്ലാ വശങ്ങളിലേക്കും CBI അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞാൽ കണ്ണൂരിലെ ഒരു കൂട്ടം CPM ക്രിമിനലുകൾ, അതായത് പല വഴിക്ക് ഇതുപോലെയുള്ള പെട്രോൾ പമ്പും അനധികൃത പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു കൂട്ടത്തിന് പിടിവീഴും. ചിലരുടെയൊക്കെ ബിനാമികൾക്കുൾപ്പെടെ ആയിരിക്കും കൈവിലങ്ങ് വീഴാൻ പോകുന്നത്. പെട്രോൾ പമ്പിന്റെ അംഗീകാരത്തിനായി ADM നവീൻ ബാബുവിന് കൈക്കൂലി നൽകി എന്ന പരാതി നൽകിയ TV പ്രശാന്തിനെ മുൻപരിചയമില്ല എന്ന് ഈ PP ദിവ്യ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇവിടെ ഏറ്റവും വലിയ സംശയം ഉടലെടുത്തിരിക്കുന്നത്, അതായത് ജില്ലാ പഞ്ചായത്തിന്റെ നിക്ഷേപക ഹെൽപ്പ് ഡെസ്കിൽ വന്ന അപേക്ഷകൻ മാത്രമായിരുന്നു പ്രശാന്ത് എന്നായിരുന്നു ദിവ്യ വ്യക്തമാക്കിയത്. അല്ലാതെ പ്രശാന്തുമായിട്ട് തനിക്ക് വലിയ മുൻപരിചയം ഒന്നും ഇല്ല എന്ന് പറയുകയായിരുന്നു. NOC ലഭിക്കാതെ വന്നപ്പോൾ സഹായത്തിനായി ADM-മായി ബന്ധപ്പെടുക മാത്രമാണ് ചെയ്തത്. NOC നൽകാൻ നവീൻ ബാബു പണം വാങ്ങിയെന്നും അക്കാര്യം പ്രശാന്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവിനോട് ചോദിച്ചതെന്നും ദിവ്യ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ കേസിൽ പ്രതി ചേർക്കണമെന്ന് അന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതായത് പ്രശാന്തിൽ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. ദിവ്യ പറയുന്നു പ്രശാന്തുമായിട്ട് അങ്ങനെ അടുപ്പമൊന്നുമില്ല, അയാൾ ഒരു പരാതി പറഞ്ഞതിന്റെ പേരിലുള്ള അടുപ്പമാണെന്ന്. അങ്ങനെ ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് അയാൾ എൻ്റെ കയ്യിൽ നിന്ന്, നവീൻ ബാബു എൻ്റെ കയ്യിൽ നിന്ന്, ADM ആയിട്ടിരുന്ന നവീൻ ബാബു എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം എന്താണ്? അതുപോട്ടെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് പോയി പരാതി കൊടുത്തതാന്ന് പറയാം. പക്ഷെ പിന്നീട് എന്ത് ശുഷ്കാന്തിയായിരുന്നു ദിവ്യ കാണിച്ചു കൂട്ടിയത്. വിളിക്കാത്ത ഒരു ചടങ്ങിലേക്ക് ചെന്ന് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നു. അതും ഒരു ക്യാമറാമാനെയും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച് അത് വൈറലാക്കുന്നു. ഇത് കൂടാതെ ഇതും പോട്ടെ, ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന അയാൾ, അതായത് ഈ പെട്രോൾ പമ്പിന് വേണ്ടി NOC ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്ന പ്രശാന്തൻ എന്ന് പറയുന്ന അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ എന്തിനാണ് PP ദിവ്യയോട് വന്ന് പരാതിപ്പെടുന്നത്? ഈ PP ദിവ്യയാണോ അവിടുത്തെ വിജിലൻസിനെ കൊണ്ട് പരാതി കൊടുക്കാമായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന് പ്രശാന്തൻ കൈക്കൂലി കൊണ്ട് കൊടുക്കുന്ന ആ ഘട്ടത്തിൽ വിജിലൻസ് പൊക്കുമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ദിവ്യയോട് പോയി പരാതി പറയുന്നു. ദിവ്യ അങ്ങ് കണ്ണൂരിന്റെ വലിയ ആളാണല്ലോ, അതുകൊണ്ടായിരിക്കും ദിവ്യയോട് പോയി പറഞ്ഞത്. ഇതേ PP ദിവ്യ പിന്നെ ഇവരുടെ നാവിൽ നിന്ന് വന്ന ഒരു പിഴവാണ്. അതായത് ഞാൻ ഈ പ്രശാന്തനോട് പറഞ്ഞു എനിക്ക് മാത്രം പരാതി തന്നാൽ പോരാ, മുഖ്യമന്ത്രിക്കും കൂടി ഒരു പരാതി അയച്ചേക്കാൻ. അന്ന് പ്രശാന്തൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചു എന്ന്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമാക്കേണ്ടി വന്നു അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ല എന്ന്. അതോടെ തേഞ്ഞൊട്ടി ഈ പറയുന്ന പ്രശാന്തനും ദിവ്യയും തമ്മിലുള്ള ഒത്തുകളികൾ. പ്രശാന്തനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് PP ദിവ്യയ്ക്കുള്ളത് എന്ന് ഈ കേസിന്റെ പല ഘട്ടത്തിൽ പല തവണയായി പുറത്തേക്ക് വന്ന വിവരമാണ്. അങ്ങനെയാണ് ഈ PP ദിവ്യയുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും ബിനാമിയാണ് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആളെന്ന് ആരോപണങ്ങൾ വന്നതാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഈ പ്രശാന്തൻ. അയാൾക്കാണ് 1 കോടി മുടക്കി ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയും തുക കിട്ടിയത്? അത് അന്വേഷിക്കണ്ടേ? ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ പ്രശാന്തൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നാണ്. എന്നാൽ നവീൻ ബാബുവിനെ പിന്തുടർന്ന് ഇയാൾ പിന്നാലെ പോയിട്ടുണ്ട്. നവീന്റെ ക്വാർട്ടേഴ്സിന്റെ പകുതി വരെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ നവീൻ ബാബുവും ഈ പറയുന്ന പ്രശാന്തനും തമ്മിൽ എവിടെങ്കിലും നിന്ന് സംസാരിക്കുന്നതിന്റെയോ തമ്മിൽ കണ്ടതിന്റെയോ
ഒരു ദൃശ്യങ്ങളും എവിടെയും കിട്ടിയിട്ടില്ല. ഇതും കൂടാതെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ ഇതുവരെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അന്നത്തെ അന്വേഷണ ഏജൻസികളെല്ലാം തലകുത്തി മറിഞ്ഞ് അന്വേഷണം നടത്തിയതാണ് നവീൻ കൈക്കൂലി വാങ്ങിയോ എന്ന് കണ്ടെത്താൻ. എന്നാൽ ഒരു ചില്ലി കാശ് പോലും നവീൻ ബാബു കൈക്കൂലി മേടിച്ചിട്ടില്ല. ഇത് അന്നത്തെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നവീൻ കൈക്കൂലിക്കാരനാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യ ആരോപണം ഉന്നയിച്ചത്? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, ഇതിൽ ദിവ്യയുടെ നാവിൽ നിന്ന് വന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അങ്ങനെ ഒരു ആരോപണം വന്നാൽ ഉടനെ എന്തിനാണ് ഇയാൾ പോയി ആത്മഹത്യ ചെയ്തത് എന്ന്, ഫൈറ്റ് ചെയ്യുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്ന ഒരു വാക്ക് ദിവ്യയുടെ നാവിൽ നിന്ന് തന്നെയാണ് വന്നത്. ഒന്ന് ഓർത്തു നോക്കണം, പി ദിവ്യയെ പോലെ അത്ര തൊലിക്കട്ടിയൊന്നുമുള്ള ആളല്ല നവീൻ ബാബു. കേട്ടിടത്തോളം, അദ്ദേഹത്തെ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ആൾക്കാർ, ഈ റവന്യൂ മന്ത്രിയായിട്ടിരുന്ന കെ രാജനൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നവീൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന്. അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് പറഞ്ഞു ഒരു സാധു മനുഷ്യനാണ് എന്ന്. അപ്പോൾ ഇതുപോലെ വലിയൊരു നാണക്കേടിന്റെ വക്കിലേക്ക് ആ മനുഷ്യൻ വന്നപ്പോൾ സകലതും കൈവിട്ടു പോയിട്ടുണ്ടാകും. ഇപ്പോഴും ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരു വശം. ഇവിടെ പി ദിവ്യ പറഞ്ഞു വെച്ച കാര്യം, അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഉടനെ ആത്മഹത്യ ചെയ്തത് എന്തിനാണ്, ഫൈറ്റ് ചെയ്യരുതായിരുന്നോ എന്ന്, ഇതേ ദിവ്യയുടെ നാവിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതായത് ജയിലിൽ കിടന്നതിന് ശേഷം മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ട്രോളന്മാരും ഒക്കെ എടുത്തിട്ട് അലക്കിയപ്പോൾ ഒരു തവണയല്ല 1000 തവണ എന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ട്രോളന്മാരും എന്നാണ്. എന്തിനാണ് ആരോപണം വരുമ്പോൾ ഉടനെ അങ്ങ് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നത്? ദിവ്യയെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഫൈറ്റ് ചെയ്യാൻ? അതാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് എല്ലാം സഹിക്കാൻ കഴിയണമെന്നില്ല. സമനില തെറ്റിപ്പോകുന്ന സമയങ്ങളുണ്ടല്ലോ മനുഷ്യന്. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് നമുക്ക് പറയാനും പ്രവർത്തിക്കാനും കഴിയില്ല. പ്രത്യേകിച്ച് നവീൻ ബാബു ഒരു സാധു മനുഷ്യനായിരുന്നു, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡ് എടുത്ത് നോക്കൂ. ഒരു പിഴവ് പോലും, ഒരു തെറ്റ് പോലും ആ മനുഷ്യന്റെ സർവീസ് റെക്കോർഡിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ച് അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത് പ്രശാന്തൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യത്തിൽ അവരെ പ്രതി ചേർത്ത് കേസ് അന്വേഷണം നടത്തണം എന്ന്. സത്യസന്ധമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണമെന്ന് കേരള സമൂഹം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഇതിലെ പ്രതികൾ എല്ലാവരും നിയമത്തിന് മുന്നിലേക്ക് വരണം. എന്തായാലും CBI അന്വേഷണം ഈ ഒരു പ്രഖ്യാപനത്തോടെ കണ്ണൂരിലെ CPM നേതൃത്വവും പി ദിവ്യയും കടുത്ത നിയമ കുരുക്കിലേക്ക് വീഴുമെന്നുള്ളത് ഉറപ്പാണ്. സംസ്ഥാന പോലീസിന്റെ പരിമിതികളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CBI പോലെയുള്ള ഒരു നിഷ്പക്ഷ കേന്ദ്ര ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണം എന്ന കുടുംബത്തിന്റെ കടുത്ത നിലപാട് പുതിയ UDF സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ വേഗത്തിലാക്കാൻ പഴകുളം മധു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റാന്നിയുടെ ജനപ്രതിനിധി ആയപ്പോൾ തന്നെ പഴകുളം മധു മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് ഇതേ പഴകുളം മധുവിന്റെ വായടപ്പിച്ചു CPM. കണ്ണൂർ CPMകാരുടെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു മധുവിനും പത്തനംതിട്ടയിലെ CPMകാർക്ക് നേരെ. നവീന്റെ കുടുംബവുമായി വലിയ അടുപ്പത്തിന് നിൽക്കരുതെന്നും അവർ നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പിന്തുണ കൊടുക്കരുതെന്നും അന്ന് പഴകുളം മധുവിന് സമ്മർദ്ദം പോയത്. അന്ന് അദ്ദേഹത്തിന് മൗനം പാലിക്കേണ്ടി വന്നെങ്കിലും അവസരം വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുകയാണ്. CBI കണ്ണൂരിലേക്ക് എത്തുമ്പോൾ CPMന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. CPM തന്ത്രങ്ങൾക്ക് CBIയുടെ വരവ് കനത്ത പ്രഹരമാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ നടപ്പില്ല എന്ന് പശ്ചിമ ബംഗാളിലെ ഷെയ്ഖ് ഷാജഹാന്റെ അനുഭവം തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI നിലപാട് കടുപ്പിച്ചാൽ കണ്ണൂരിലെ പല പ്രമുഖ നേതാക്കളും അഴിക്കുള്ളിലാകുമെന്നുറപ്പ്. കണ്ണൂരിലെ CPM കോട്ടകളെയും അവിടുത്തെ നേതാക്കളുടെ പരമാധികാരത്തെയും അപ്പാടെ തകർക്കുന്ന ഒന്നായിരിക്കും ഈ CBI അന്വേഷണം. മുൻപ് ഭരണം കൈയാളിയപ്പോൾ പാർട്ടി തണലിൽ വിഴുങ്ങിയ പല അഴിമതികളും ഫയലുകളും ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. സംഭവത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കുടുംബത്തിന്റെ വാദങ്ങൾ CBI വീണ്ടും വിശദമായി പരിശോധിക്കും. ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും പുനഃപരിശോധിക്കുന്നതോടെ പി ദിവ്യ ഉൾപ്പെടെയുള്ളവർക്ക് മേൽ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകും.
കുടുംബം സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഔദ്യോഗിക ഭരണാനുമതിയും വിജ്ഞാപനവും ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ പുറപ്പെടുവിക്കും എന്നാണ് സൂചനകൾ. നവീൻ ബാബു കേസ് മാത്രമല്ല, ബിനാമി ഇടപാട് പരാതിയിൽ PP ദിവ്യക്കെതിരെ ഒരു അന്വേഷണം മുൻപുണ്ടായിരുന്നു. അതും പിണറായി സർക്കാരിന്റെ കാലത്ത് മുക്കിയതാണ്. ആ കേസും CBI വന്നാൽ കുത്തിപ്പൊക്കിയേക്കും. KSU നേതാവ് മുഹമ്മദ് ഷമ്മാസ് ആയിരുന്നു ദിവ്യയുടെ ബിനാമി ഇടപാടുകളെ കുറിച്ച് പരാതിയുമായി അന്ന് രംഗത്ത് വന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ദിവ്യ പല നിർമ്മാണ കരാറുകളിലും ബിനാമി ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു പരാതി. കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഷമ്മാസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും ദിവ്യയുടെ ഇടപെടലിന് രേഖകളില്ല എന്നുമായിരുന്നു പിണറായി സർക്കാർ അന്ന് കോടതിയിൽ നിലപാട് പറഞ്ഞത്. അതേസമയം കരാർ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയ സർക്കാർ മുൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മാത്രം അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടന്നത് എന്ന ആരോപണം അന്ന് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിസന്ധിയിലായ ദിവ്യയെ മറ്റൊരു കേസിൽ കൂടി കുടുങ്ങാൻ അനുവദിക്കില്ല എന്ന വാശിയായിരുന്നു അന്ന് CPMന്. വിജിലൻസ് അന്വേഷണം വന്നാൽ അത് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുകയും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമെന്ന വിലയിരുത്തലിൽ കേസ് മുക്കി. ഭരണം മാറിയാൽ പഴയ കേസുകൾ കുത്തിപ്പൊക്കി അന്വേഷിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പതിവാണ്. ദിവ്യക്കെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചാൽ വരും കാലങ്ങളിൽ അത് പാർട്ടിക്കും സർക്കാരിനും വലിയ തലവേദനയാകും. അതുകൊണ്ട് തന്നെ നിലവിലെ അധികാരം ഉപയോഗിച്ച് കോടതിയിൽ അനുകൂല നിലപാട് അറിയിച്ച് കേസ് അവസാനിപ്പിക്കാമെന്ന അതിബുദ്ധി അന്നത്തെ സർക്കാർ കാണിച്ചു. ദിവ്യക്കെതിരായ തെളിവുകൾ ഇല്ലാതാക്കാനോ മറച്ചുവെക്കാനോ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം മുൻപേ ഉള്ളതാണ്. ഇതിലൊക്കെ CBI അന്വേഷണം കടുപ്പിച്ചാൽ ദിവ്യ ഉൾപ്പെടെ പലരും കുടുങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.